ഹായ്, ചാർട്ട് ആൻഡ് ചാപ്റ്റേഴ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫോറസ്റ്റ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസ് ആണല്ലേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. അപ്പോൾ ആ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ഫോറസ്റ്റ് ട്രേഡിങ്ങിലെ ചില ബേസിക് ടേംസ് ആണ്. അതാണ് ഫസ്റ്റ് ടേം ആണ് വാട്ട് ഈസ് പിപ്പ്. പിപ്പ് എന്താണ്, ലോട്ട് എന്താണ്, സ്പ്രെഡ് എന്താണ്, ലീവറേജ് എന്താണ്. അപ്പോൾ ഈ ടേം എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഫോറസ്റ്റ് ട്രേഡിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഫോറസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കണം. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടേം നോക്കാം. വാട്ട് ഈസ് പിപ്പ്. വാട്ട് ഈസ് പിപ്പ്? പിപ്പ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻ പോയിന്റ്. അതായത് പെർസെൻറ്റേജ് ഇൻ പോയിന്റ്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന കറൻസിയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് വാല്യൂ തന്നെയാണ് പിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു രൂപ മൂവ്മെൻറ്റ് നടന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ മൂവ്മെൻറ്റ് നടന്നു എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ. അതിന് പകരം നമ്മൾ ഫോറസ്റ്റ് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് പിപ്പ് എന്നുള്ളത്. അതായത് ഡെസിമൽ പ്ലേസിലാണ് അറിയുക. കൂടുതലും ഇത് 4 ഡിജിറ്റിലാണ് അറിയുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, 4 മോസ്റ്റ് പെയർ 1 പിപ്പ് ഈക്വൽ ടു 0.0001. എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ USDയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 1.1000 പ്രൈസിൽ നിന്ന് 1.1001 മൂവ് ചെയ്ത് വിചാരിക്കുക അതിൻ്റെ പ്രൈസ്. ദാറ്റ് മീൻ 1 പിപ്പ് മൂവ്മെൻറ്റ്, ഒരു പിപ്പ് മൂവ്മെൻറ്റായി. ഈ പിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ ടേം എപ്പോഴും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ടേമാണ് വാട്ട് ഈസ് ലോട്ട്. ലോട്ട് നമ്മൾ പറഞ്ഞു, ഫോറസ്റ്റ് ട്രേഡിങ്ങിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്, ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് 3 ലോട്ട് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞാൽ അത് 1 lakh യൂണിറ്റ് ആണ്. അതായത് 1 lakh യൂണിറ്റ് ആണ്. 1 lot ഈക്വൽ ടു 1 lakh EUR ഇഫ് യു ആർ ട്രേഡിങ് EUR ഓർ USD. അതായത് നമ്മൾ EUR USDയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 1 lot എന്ന് പറഞ്ഞാൽ 1 lakh EUR കറൻസിനെയാണ് ഉദാഹരണം കാണിക്കുന്നത്, മീൻ ചെയ്യുന്നത്. ഇനി മിനി ലോട്ട് എന്ന് പറഞ്ഞാൽ 10,000 യൂണിറ്റ്. അതായത് 0.10 ലോട്ട് എന്ന് പറഞ്ഞാൽ 10,000 EUR കറൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൈക്രോ ലോട്ട് എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ്, അതായത് 0.01 ലോട്ട് ഈക്വൽ ടു 1000 EUR മീൻ ചെയ്യും. അത് നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിൻ്റെ വോളിയം അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് ഇത് മീൻ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ, ക്യാപിറ്റൽ എത്രയാണോ, അതിനനുസരിച്ച് നമുക്ക് ലോട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇഫ് യു ട്രേഡ് 1 സ്റ്റാൻഡേർഡ് ലോട്ട്, അതായത് EUR / USDയുടെ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ 1 lakh യൂറോ ഉണ്ടായിരിക്കും. 1 lakh യൂറോ ഉണ്ടായിരിക്കും. ഈ 1 lakh യൂറോയും അതിൻ്റെ USD തമ്മിലുള്ള ഒരു ട്രേഡിംഗ് വേരിയേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രോഫിറ്റും ലോസും നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുക. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് സ്പ്രെഡ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ട്രേഡിംഗ് ചെയ്യുന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സ്പ്രെഡ് എന്നുള്ളത്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈ പ്രൈസ് ആൻഡ് സെൽ പ്രൈസ്. അതായത് ബൈ പ്രൈസ് ഉണ്ടായിരിക്കും, അതായത് ബൈ പ്രൈസിന് പറയുന്നതാണ് ആസ്ക് പ്രൈസ് എന്നുള്ളത്, സെൽ പ്രൈസിന് പറയുന്നതാണ് ബിഡ് പ്രൈസ് എന്നുള്ളത്. ഇതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. കോമൺലി സ്പ്രെഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വരുന്ന ഈ ഡിഫറൻസ് കൂടുതൽ നമ്മുടെ ബ്രോക്കറേജിൻ്റെ ഫീ ആയിട്ട് അവർ യൂസ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം. നമ്മൾ EUR USDയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിഡ് പ്രൈസ് എന്നുള്ളത് 1.1050 ആയിരിക്കും. ആസ്ക് പ്രൈസ് എന്നുള്ളത് 1.1052. ഇപ്പം നമ്മൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ടൈമിൽ ഇങ്ങനെ ഒരു പ്രൈസ് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ആസ്ക് പ്രൈസാണ് അപ്ലിക്കബിൾ ആവുക. അതായത് 1.1052 എന്ന പ്രൈസ് അപ്ലിക്കബിൾ ആവും. നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ 1.1050 എന്നുള്ള പ്രൈസ് അപ്ലിക്കബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടോ, ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ സ്പ്രെഡ് ഈ 2 പ്രൈസ്, ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ സ്പ്രെഡായിട്ട് ഇവിടെ കാണിക്കുന്നത്. 2 പിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 പിപ്പ് കൂടുതലായിട്ടും
ബ്രോക്കറിൻ്റെ ഫീ അല്ലെങ്കിൽ കമ്മീഷനായിട്ട് അവർ നമ്മളുടെ ട്രേഡിന് ശേഷം അവർ എടുക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അവർക്കൊരു ബ്രോക്കറേജ് ഫീ കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുകയോ ഇല്ല. ഈ സ്പ്രെഡ് എന്ന രീതിക്കാണ് അവർ കൂടുതൽ നമ്മളുടെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമ്മളുടെ കയ്യിൽ നിന്ന് അവരുടെ ഫീ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേമാണ് ലീവറേജ് എന്നുള്ളത്. ലീവറേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബോറോഡ് മണി ഫ്രം ബ്രോക്കർ ടു ട്രേഡ് ലാർജർ പൊസിഷൻ. ദാറ്റ് മീൻ ഇറ്റ് അലൗ ടു കൺട്രോൾ ബിഗ് ട്രേഡ് വിത്ത് സ്മാൾ ക്യാപിറ്റൽ. അതായത് നമ്മളുടെ കയ്യിൽ ചെറിയ ക്യാപിറ്റൽ ഉള്ളൂ എങ്കിൽ നമുക്ക് വലിയ എമൗണ്ടിനെല്ലാം ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ ഒരു കടം മേടിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ കാണിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു $100 ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു $100 ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്കൊരു $10,000 നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് 1:100 എന്ന ലെവലിൽ ലീവറേജ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $100 നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് $10,000 ട്രേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലീവറേജ് വെച്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ക്യാപിറ്റൽ കൊണ്ട് വലിയ എമൗണ്ടിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ വലിയ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ലോസ് വരും. ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ പെട്ടെന്ന് കംപ്ലീറ്റായി വാഷ് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലീവറേജ് മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന 4 പോയിന്റ്സ്. ഒന്ന് പിപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, 2 ലോട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, 3 സ്പ്രെഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, 4 ലീവറേജ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണ്? 4 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, വാട്ട് ഈസ് ലോട്ട്, വാട്ട് ഈസ് പിപ്പ്, വാട്ട് ഈസ് ലീവറേജ്, വാട്ട് ഈസ് സ്പ്രെഡ്. അപ്പോൾ ഈ 4 ടേംസ് നമ്മൾ മനസ്സിലാക്കി. ഈ ടേംസ് നമുക്ക് വരും വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ടേംസ് ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.